ഹായ് ഓൾ. ഇപ്പോൾ 2026 എന്ന് പറയുന്നത് നിരവധി അവസരങ്ങളുള്ള ഒരു വർഷം തന്നെയാണ്. ഇപ്പോൾ റെയിൽവേയിൽ നിരവധി അവസരങ്ങളാണ് 2026 വരാൻ പോകുന്നത്. 2026 ഒഫീഷ്യൽ കലണ്ടറും കാര്യങ്ങളും ഒക്കെ റെയിൽവേ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ 2025 ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന്. അത് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പോസ്റ്റുകളുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. അതിൽ +2 സയൻസ് പഠിച്ചവർക്കായിട്ട് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ ഒരു പോസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം RRBയുടെ ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 30/12/2025 അതേപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29/1/2026 ആണ്. അതേപോലെ ഫീ പേയ്മെന്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/1/2026. മോഡിഫിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് 1/2/2026 തൊട്ട് 10/2/2026 വരെയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ മാസം 30-നാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി 29 ആണ്. 2025 ഒരു നോട്ടിഫിക്കേഷനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ +2 സയൻസ് യോഗ്യത ഉള്ളവർക്ക്, +2ന് നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, അതായത് 12th ഓർ ഇറ്റ്സ് ഇക്വലന്റ് എക്സാമിനേഷൻ വിത്ത് സയൻസ്, അതായത് ഫിസിക്സ് കെമിസ്ട്രി ആ സബ്ജക്ട്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇതിന്റെ പോസ്റ്റ് വരുന്നത് ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ആണ്. അതേപോലെ പേ ലെവൽ എന്ന് പറയുന്നത് ലെവൽ 2 ആണ്. ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 19,900 ആണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് B1 ആണ്. ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. മറ്റ് കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ടോട്ടൽ വേക്കൻസീസ് 39 ആണ്. അപ്പോൾ 39 വേക്കൻസീസ് ഉള്ളൊരു പോസ്റ്റാണിത്, ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3. അപ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ 12th ഓർ ഇറ്റ്സ് ഇക്വലന്റ് എക്സാമിനേഷൻ വിത്ത് സയൻസ്, അതായത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സബ്ജക്ട്സ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പം +2ന് സയൻസ് പഠിച്ചവർക്ക്, അതായത് ഫിസിക്സും കെമിസ്ട്രി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. 39 വേക്കൻസീസ് ഉണ്ട്. നമ്മൾ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുവാണെങ്കിൽ CBT 1ഉം അതേപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ ഇതിന്റെ എക്സാം പാറ്റേണിലേക്ക് വരുമ്പോൾ ഇതിന് പ്രൊഫഷണൽ എബിലിറ്റി 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 50 മാർക്കാണ് വരുന്നത്. ബാക്കി വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നോർമൽ റെയിൽവേ എക്സാംസിനുള്ള ടോപ്പിക്സ് തന്നെയാണ്. അതായത് ജനറൽ അവയർനെസ്സിന് 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 15 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 15 ക്വസ്റ്റ്യൻസ്, 15 മാർക്ക്. മാത്സ് 10 ക്വസ്റ്റ്യൻസ്, 10 മാർക്ക്. അതേപോലെ ജനറൽ സയൻസ് 10 ക്വസ്റ്റ്യൻസ്, 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്കിന്റെ എക്സാം ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ 50 മാർക്ക് ഇവിടെ പ്രൊഫഷണൽ എബിലിറ്റി ആണ്. ബാലൻസ് 50 മാർക്ക് എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ സബ്ജക്ട്സും ആണ്. അപ്പോൾ ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3യുടെ നമ്മൾ പ്രൊഫഷണൽ സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ടോപ്പിക്സും ഏതൊക്കെയാണെന്നും അതിന് വരുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണെന്നും ഉള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ PDF നമ്മൾ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊഫഷണൽ എബിലിറ്റിയുടെ സിലബസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ 50 മാർക്കാണ് അതിന് വരുന്നത്. 50 മാർക്ക് നോൺ ടെക്നിക്കൽ പോർഷൻ ആണ്. അപ്പം +2 സയൻസ് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇത് നല്ലൊരു അവസരം തന്നെയാണ്. അപ്പം എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. +2 സയൻസ് യോഗ്യത ഉള്ളവരും അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് യോഗ്യത ഉള്ളവരും ഒക്കെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജാനുവരി 29 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം റെയിൽവേയിൽ നിരവധി അവസരങ്ങൾ ഇനിയും വരുന്നുണ്ട്. ഇപ്പോൾ 2026 NTPC നോട്ടിഫിക്കേഷൻസ് വരാൻ പോകുന്നു. അതേപോലെ 2025 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ എക്സാംസിനായിട്ട് തയ്യാറെടുക്കുന്നവരുണ്ടാവും. അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇനിയും വരുന്നുണ്ട്. എല്ലാ ഇയറിലും ഇനി റെയിൽവേസ് എക്സാംസ് കണ്ടക്ട് ചെയ്യുമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2024 നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു, 25 ഉണ്ടായിരുന്നു, ഇപ്പോൾ 26 ഒഫീഷ്യൽ കലണ്ടർ പുറത്തു വന്നു. അപ്പോൾ നിരവധി അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക്, അതേപോലെ +2 യോഗ്യതയുള്ളവർക്ക്, 10th യോഗ്യതയുള്ളവർക്ക്, ITI യോഗ്യതയുള്ളവർക്ക് തുടങ്ങി എല്ലാ യോഗ്യതയിൽപ്പെട്ടവർക്കും ഇന്ത്യൻ റെയിൽവേയിൽ നിരവധി അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ RRB, NTPC, ഗ്രൂപ്പ് D, JEE, ALP തുടങ്ങിയ എല്ലാ എക്സാംസിന്റെ ഓൺലൈൻ കോച്ചിങ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓഫ്ലൈൻ ബാച്ചസും നമുക്ക് അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ലൊക്കേഷൻ വരുന്നത് അടൂരാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും നമ്മുടെ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.